ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. 2023 നടന്ന 10th ലെവൽ പ്രിലിംസ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 14/2023 ആണ്. 15 ക്വസ്റ്റ്യൻസ് വരെയാണ് നമ്മൾ ചെയ്തത്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ആദ്യ തുറമുഖ അധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം. ഇന്ത്യയിലെ ആദ്യ തുറമുഖ അധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം വിശാഖപട്ടണം. ഓപ്ഷൻ ബി വിശാഖപട്ടണം. 1992 വിശാഖപട്ടണത്ത് ഉരുക്കുശാല സ്ഥാപിതമായിട്ടുള്ളത്. ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ച പ്രദേശം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ പോർട്ടനോവയാണ്. 1830 ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ച പ്രദേശം ഏതാണ്? പോർട്ടനോവ, തമിഴ്നാട്ടിലാണ്. 1830. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ച സ്ഥലം പശ്ചിമ ബംഗാളിലെ കുൾട്ടിയാണ്. വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ച എവിടെയാണ്? പശ്ചിമ ബംഗാളിലെ കുൾട്ടിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ആണ് ബൊക്കാറോ. ഏറ്റവും ലാഭകരമായിട്ടുള്ളത് ഭിലായിയുമാണ്. ഏറ്റവും വലുത് ബൊക്കാറോയാണ്. ഏറ്റവും ലാഭകരമായിട്ടുള്ളത് ഭിലായിയാണ്. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അഥവാ ടിസ്കോ. സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂരിലാണ്. ടിസ്കോയുടെ ആസ്ഥാനം മുംബൈയിലാണ്. ടിസ്കോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ്. ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം മുംബൈ ആണ്. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലെ കുൾട്ടിയില്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. VISL, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. അത് കർണാടകയിലെ ഭദ്രാവതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്കുശാലയാണ് ഭിലായ്. അത് ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭിലായ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത് 1959. 1959 തന്നെ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചത് ഏതാണ്? അത് റൂർക്കേല, ഒഡീഷയിലെ റൂർക്കേല. ജർമ്മനിയുടെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. 1962 ബ്രിട്ടന്റെ സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ച ഇരുമ്പുരുക്കുശാലയാണ് ദുർഗാപൂര്. അത് പശ്ചിമ ബംഗാളിലാണ്. 1962 ബ്രിട്ടന്റെ സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ച ഏതാണ്? ദുർഗാപൂര്. അത് പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു. 1964 റഷ്യയുടെ സഹായത്തോടെ ആരംഭിച്ചതാണ് ബൊക്കാറോ. ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡില്. 1964 റഷ്യയുടെ സഹായത്തോടെ ആരംഭിച്ചാണ് ഇത് ബൊക്കാറോ. ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാർഖണ്ഡില്. ഓക്കെ, 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. ഓപ്ഷൻ ഡി ഷിപ്കില ചുരം. കുറച്ച് ചുരങ്ങളും ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും നോക്കിയാലോ. ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബനിഹാൽ ചുരം. ജമ്മുവിനെ ശ്രീനഗറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബനിഹാൽ ചുരം. ശ്രീനഗറിനെ കാർഗിലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. ശ്രീനഗറിനെ കാർഗിലുമായിട്ട് ബന്ധിപ്പിക്കുന്നത് സോജില ചുരം. സിയാച്ചിനെ ലേയായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഖാർതുങ്ല ചുരം. സിയാച്ചിനെ ലേയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഖാർതുങ്ല ചുരമാണ്. ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ലിപുലേഖ് ചുരം. ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ലിപുലേഖ് ചുരം. സിക്കിമിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് നാഥുല ചുരം. സിക്കിമിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നത് നാഥുല ചുരം. സിക്കിമിനെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ജലപ്ല ചുരം. സിക്കിം ലാസയുമായിട്ട് കണക്ട് ചെയ്യുന്നത് ജലപ്ല ചുരം. ഹിമാചൽ പ്രദേശിനെ ലേയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ബാരാലാച്ചില ചുരം. ഹിമാചൽ പ്രദേശിനെ ലേയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബാരാലാച്ചില ചുരം.
ഹിമാചൽ പ്രദേശ് ടിബറ്റുമായിട്ട് നമ്മൾ പറഞ്ഞു ഷിപ്കില ചുരം. കുളുവിനെ ലാഹുൽ സ്പിതി താഴ്വരകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് റോഹ്താങ് ചുരം. കുളു ലാഹുൽ സ്പിതി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് റോഹ്താങ് ചുരം. അരുണാചൽ പ്രദേശ് ലാസയുമായിട്ട് കണക്ട് ചെയ്യുന്ന ചുരമാണ് ബോംഡില ചുരം. അരുണാചൽ പ്രദേശിനെ ലാസയുമായിട്ട് കണക്ട് ചെയ്യുന്ന ചുരം ഏതാണ്? ബോംഡില ചുരം. അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ദിഹാങ് ചുരം. അരുണാചൽ പ്രദേശ് മ്യാൻമാറുമായിട്ട് കണക്ട് ചെയ്യുന്ന ചുരമാണ് ദിഹാങ് ചുരം. മുംബൈയെ പൂനെയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ബോർഘട്ട് ചുരം. എന്നാൽ മുംബൈയെ നാസിക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നത് താൽഘട്ട് ചുരമാണ്. മുംബൈ ടു പൂനെ ബോർഘട്ട് ചുരം, മുംബൈയെ നാസിക്കുമായിട്ട് താൽഘട്ട് ചുരം. ഇനി രത്നഗിരിയെ സത്താറയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് കുംബർലി ഘട്ട് ചുരം. കുംബർലി ഘട്ട് ചുരം എന്തിനൊക്കെ തമ്മിലാണ്? രത്നഗിരിയെ സത്താറയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. 18ാമത്തെ ചോദ്യം നോക്കാം. ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്. ഒരു പാരമ്പര്യ ഊർജ സ്രോതസ് തന്നിരിക്കുന്നതിൽ ഏതാ? കൽക്കരി. കൽക്കരിയാണ് ഇതില് പാരമ്പര്യ ഊർജ സ്രോതസ്. ബാക്കി മൂന്നും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ്. മനുഷ്യന്റെ ഉപയോഗത്തിലൂടെ തീർന്നു പോകുന്നതും പുനഃസ്ഥാപന ശേഷി ഇല്ലാത്തതുമായിട്ടുള്ള ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, ആണവോർജമൊക്കെ പാരമ്പര്യ ഊർജ സ്രോതസ്സിൽ പെടുന്നതാണ്. ഒന്നുകൂടെ പറയാം. മനുഷ്യന്റെ ഉപയോഗത്തിലൂടെ തീർന്നു പോകുന്നതും പുനഃസ്ഥാപന ശേഷി ഇല്ലാത്തതുമായിട്ടുള്ള ഊർജ സ്രോതസ്സുകളാണ് എന്ത്? പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ. ഏതൊക്കെയാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, ആണവോർജം. എന്നാൽ പുനഃസ്ഥാപന ശേഷി ഉള്ളതും ചിലവ് കുറഞ്ഞതും പരിസ്ഥിതിക്ക് പ്രശ്നം ഉണ്ടാക്കാത്തതുമായിട്ടുള്ളതാണ് എന്ത്? പാരമ്പര്യേതര ഊർജ സ്രോതസ് എന്ന് പറയുന്നത്. പുനഃസ്ഥാപിത ശേഷി ഉള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാക്കാത്തതുമായിട്ടുള്ളതാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. സൗരോർജം, ജൈവവാതകം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, വേലിയോർജം, ഭൗമതാപോർജം ഇതൊക്കെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ്. ഇവ പുനഃസ്ഥാപിക്കാനായിട്ട് സാധിക്കും. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ്? 1. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. 2. ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. 3. സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഇവിടെ ഗ്രാമീണ റോഡുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നതിൽ 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. അതുപോലെ ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നത് സംസ്ഥാന പാതകളാണ്, സ്റ്റേറ്റ് ഹൈവേസ് ആണ്. ഇന്ത്യയിൽ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ ഏകദേശം 80% എന്താണ്? ഗ്രാമീണ റോഡുകളാണ്. ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ ഏകദേശം 80% ഗ്രാമീണ റോഡുകളാണ്. സംസ്ഥാനങ്ങളിൽ ഗ്രാമീണ മേഖലയിലെ റോഡ് വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന, PMGSY. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന. പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന ആരംഭിച്ചത് 2000 ഡിസംബർ 25-നാണ്. 2000 ഡിസംബർ 25-നാണ് പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന ആരംഭിച്ചത്. ആരാണ് ആരംഭിച്ച പ്രധാനമന്ത്രി? AB വാജ്പേയി. ആരംഭിച്ച പ്രധാനമന്ത്രി AB വാജ്പേയി. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏതു വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് ഏത് വർഷമാണ്? 1986. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശിലെ നോയിഡ. ആസ്ഥാനം ഉത്തർപ്രദേശിലെ നോയിഡയാണ്.
എങ്കില് ദേശീയ ഉൾനാടൻ ജലഗതാഗത ഇൻസ്റ്റിറ്റ്യൂട്ട് രൂപീകൃതമായത് എപ്പോഴാ? ദേശീയ ഉൾനാടൻ ജലഗതാഗത ഇൻസ്റ്റിറ്റ്യൂട്ട് രൂപീകൃതമായത് 2004 അതിന്റെ ആസ്ഥാനം ബീഹാറിലെ പാറ്റ്നയാണ്. ആസ്ഥാനം അതിന്റെ എവിടെയാണ്? ബീഹാറിലെ പാറ്റ്ന. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 21. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രമാഭായ്. പണ്ഡിത രമാഭായി ആണ് ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത്. അതുപോലെ തന്നെ വിധവകളായ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി 1889 ശാരദാ സദൻ ആരംഭിച്ചതും പണ്ഡിത രമാഭായി ആണ്. എന്താണ്? വിധവകളായ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് ശാരദാ സദൻ ആരംഭിച്ചതാരാണ്? പണ്ഡിത രമാഭായി 1889. രമാഭായിയുടെ മറ്റ് സംഘടനകളാണ് മുക്തി സദനും കൃപാസദനും. ഏതൊക്കെയാണ് മറ്റ് സംഘടനകള്? മുക്തി സദൻ, കൃപാസദൻ. ഓക്കെ, അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏത്? തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം അഹമ്മദാബാദ് സത്യാഗ്രഹം. ഓപ്ഷൻ ബി. 1918 അഹമ്മദാബാദ് സത്യാഗ്രഹം നടക്കുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണേത്? അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണിത്. പ്ലേഗ് ബോണസിനെ ചൊല്ലി അഹമ്മദാബാദിലെ തുണിമിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. ഈ അഹമ്മദാബാദ് മിൽ തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങള് ഗാന്ധിജിയെ അറിയിച്ചതാരാണ്? അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗാന്ധിജി അറിയിച്ച വ്യക്തി ആരാണ്? അനസൂയ ബെഹൻ. ആരാണ്? അനസൂയ ബെഹൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചിട്ട്. ഓപ്ഷൻ ബി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചിട്ടാണ് ഗാന്ധിജിയും അതുപോലെ തന്നെ സരോജിനി നായിഡുവും കൈസർ ഇ ഹിന്ദ് തിരികെ നൽകുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചതാരാണ്? അത് രവീന്ദ്രനാഥ ടാഗോർ. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളി ചേറ്റൂർ ശങ്കരൻ നായരുമാണ്. എന്നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്? 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് സംഭവത്തിലേക്ക് നയിച്ച നിയമം റൗലറ്റ് നിയമമാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിലേക്ക് നയിച്ച നിയമം ഏതാണ്? റൗലറ്റ് നിയമം. പഞ്ചാബിലെ റൗലറ്റ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഡോക്ടർ സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ലുവുമായിരുന്നു. ഈ ഡോക്ടർ സത്യപാലിന്റെയും സെയ്ഫുദ്ദീൻ കിച്ലുവിന്റെയും അറസ്റ്റിൽ പ്രതിഷേധിച്ചിട്ടാണ് ജനങ്ങള് ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടുന്നത്. ജാലിയൻ വാലാബാഗിലെ സമരക്കാർക്കെതിരെ വെടിവെക്കാനായിട്ട് അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ ആരായിരുന്നു? മൈക്കിൾ ഓഡയർ. ജാലിയൻ വാലാബാഗ് സമരക്കാർക്കെതിരെ വെടിവെക്കാനായിട്ട് അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറാണ് മൈക്കിൾ ഓഡയർ. മൈക്കിൾ ഓഡയറിനെ വധിച്ച വിപ്ലവകാരി ഉദ്ധം സിംഗ് ആണ് 1940. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ജനറൽ റെജിനാൾഡ് ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ജനറൽ റെജിനാൾഡ് ഡയർ ആണ്. ഓർഡർ നൽകിയത് മൈക്കിൾ ഓഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ചെംസ്ഫോർഡ് പ്രഭു. ബ്രിട്ടീഷ് വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭു ആയിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? ഹണ്ടർ കമ്മീഷൻ. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് 2019 ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2019 ഈ സംഭവത്തിൽ ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 24ാമത്തെ ക്വസ്റ്റ്യൻ. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെ? നാഗന്മാരുടെ റാണി എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ഗൈഡിൻല്യൂവിനെയാണ്. ഓപ്ഷൻ എ ഗൈഡിൻല്യൂ.
ഇന്ത്യയിലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാണ് ആര്? റാണി ഗേഡില്യു. ഇന്ത്യയിലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് റാണി ഗേഡില്യു ആണ്. ഗാന്ധിജിയുടെ ആഹ്വാനം ഏറ്റെടുത്ത് 13-ാം വയസ്സിൽ നാഗ കലാപം സംഘടിപ്പിച്ചത് ഗേഡില്യു ആണ്. ഗാന്ധിജിയുടെ ആഹ്വാനം ഏറ്റെടുത്ത് 13-ാം വയസ്സിൽ നാഗ കലാപം സംഘടിപ്പിച്ചത് ആരാണ്? ഗേഡില്യു. 25-ാമത്തെ ക്വസ്റ്റ്യൻ, ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏത്? ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. 1922 ഫെബ്രുവരി 5-നാണ് ചൗരി ചൗര സംഭവം നടക്കുന്നത്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവമാണേത്? ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. ചൗരി ചൗര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലാണ് ചൗരി ചൗര ഗ്രാമം. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുള്ള ഗാന്ധിജിയുടെ തീരുമാനത്തെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുള്ള ഗാന്ധിജിയുടെ തീരുമാനത്തെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, 26-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലി. ആരാണ്? ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? HN ഖുൻസ്രുവും സർദാർ KM പണിക്കരും. ആരൊക്കെയായിരുന്നു? HN ഖുൻസ്രുവും സർദാർ KM പണിക്കരും. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കിയത് 1956-ലാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന നടന്നത് 1956 നവംബർ 1-നാണ്. 1956 നവംബർ 1-ന് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 27, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഇവിടെ ഇന്ത്യൻ താഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, തെറ്റിയിട്ടുള്ളതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് ലാഹോറിൽ വെച്ചിട്ട്. ഓപ്ഷൻ ഡി, ലാഹോർ സമ്മേളനം. എന്നായിരുന്നു? 1929-ലായിരുന്നു. 1929-ലെ ലാഹോർ സമ്മേളനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? നെഹ്റു അധ്യക്ഷനായിട്ടുള്ള അല്ലെങ്കിൽ നെഹ്റു പ്രസിഡന്റായ ആദ്യ സമ്മേളനമാണേത്? 1929-ലെ ലാഹോർ സമ്മേളനം. അതുപോലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും 29-ലെ ലാഹോർ സമ്മേളനത്തിലാണ്. ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് ഈ സമ്മേളനത്തിലാണ്. പിന്നെയോ 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചതും 1929-ലെ ലാഹോർ സമ്മേളനത്തിലാണ്. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. പിന്നെയോ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു. 28-ാമത്തെ ക്വസ്റ്റ്യൻ, 1940-ൽ ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെ? 1940-ൽ ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് വിനോബ ഭാവെ. ഓപ്ഷൻ സി, ആചാര്യ വിനോബ ഭാവെ. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമിയാണ് ആര്? വിനോബ ഭാവെ. വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി രണ്ടാമത് തിരഞ്ഞെടുത്ത വ്യക്തി ഏതാണ്? ജവഹർലാൽ നെഹ്റു. അദ്ദേഹം രണ്ടാമത് തിരഞ്ഞെടുത്തതാണ് ജവഹർലാൽ നെഹ്റുവിനെ. ഗാന്ധിജി കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കെ കേളപ്പനെയാണ്. കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ആരെയാണ്? കെ കേളപ്പനെ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. 29-ാമത്തെ ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന ധീര വനിത ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന ധീര വനിത അരുണ ആസഫ് അലി. ഓപ്ഷൻ എ, അരുണ ആസഫ് അലി.
ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന അരുണ അസംഫിലിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി. വിശേഷിപ്പിച്ചതാരാണ്? ഗാന്ധിജി. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണൻ. ജയപ്രകാശ് നാരായണനാണ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ. ക്വിറ്റ് ഇന്ത്യ സമരം 1942 30ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. ഓപ്ഷൻ സി, രാജാറാം മോഹൻ റോയ്. രാജ എന്ന പദവി നൽകിയത് ആരാ? റാംമോഹൻ റോയ്ക്ക് രാജ എന്ന പദവി നൽകിയത് അക്ബർ ഷാ സെക്കൻഡ് ആണ്. 1815 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ് ആത്മീയ സഭ. 1828 ബ്രഹ്മസമാജം സ്ഥാപിച്ചു. ബ്രഹ്മസമാജത്തിന്റെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്നത് ആത്മീയ സഭയാണ്. 1815 ആത്മീയ സഭ സ്ഥാപിക്കുന്നത്. 1828 ബ്രഹ്മസമാജം. ബ്രഹ്മസമാജത്തിന്റെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്നതാണ് ആത്മീയ സഭ. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് ഏത്? മിറാത്തുൽ അക്ബർ. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്തുൽ അക്ബർ. അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ബംഗദൂത്. ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാണ്? ബംഗദൂത്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയ് ആണ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് രാജാറാം മോഹൻ റോയ്. 31ാമത്തെ ക്വസ്റ്റ്യൻ. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി CK ലക്ഷ്മണൻ. ഓപ്ഷൻ ബി, CK ലക്ഷ്മണൻ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് ആര്? CK ലക്ഷ്മണൻ. അത്ലറ്റ് ആയിരുന്നു. 1924 പാരീസ് ഒളിമ്പിക്സിലാണ് പങ്കെടുക്കുന്നത്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത PT ഉഷ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആരാണ്? PT ഉഷ. അതുപോലെ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിതയും PT ഉഷയാണ്. ഒളിമ്പിക്സിന്റെ സെമി ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത ആരാണ്? ഷൈനി വിൽസൺ. സെമി ഫൈനലിൽ എത്തിയത് ഷൈനി വിൽസൺ. ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യ മലയാളി വനിതയും ഷൈനി വിൽസൺ ആണ്. ഇന്ത്യൻ പതാക ഏന്തിയ മലയാളി വനിതയാണ് ആര്? ഷൈനി വിൽസൺ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരമാണ് സെബാസ്റ്റ്യൻ സേവ്യർ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരം സെബാസ്റ്റ്യൻ സേവ്യർ. ഒളിമ്പിക്സിൽ മെഡൽ ജേതാവായ ആദ്യ മലയാളി ആരാ? ഒളിമ്പിക്സിൽ മെഡൽ ജേതാവായിട്ടുള്ള ആദ്യ മലയാളി മാനുവൽ ഫ്രെഡറിക് ആണ്. ഹോക്കി താരമാണ് മാനുവൽ ഫ്രെഡറിക്. ഒളിമ്പിക്സിൽ മെഡൽ ജേതാവായിട്ടുള്ള രണ്ടാമത്തെ മലയാളിയാണ് PR ശ്രീജേഷ്. മെഡൽ ജേതാവായിട്ടുള്ള രണ്ടാമത്തെ മലയാളി PR ശ്രീജേഷ്. അദ്ദേഹവും ഹോക്കിയാണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിന്റെ വിസ്തൃതി എത്രയാണ്? കേരളത്തിന്റെ വിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്റർ. ഓപ്ഷൻ എ, 38,863 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ വിസ്തീർണത്തിന്റെ 1.18% കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ്? 1.18%. വിസ്തീർണത്തിൽ കേരളത്തിന്റെ സ്ഥാനം 21. സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 21. ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം 3. ജനസാന്ദ്രതയിൽ ഒന്നാമതുള്ളത് ബീഹാർ. ജനസാന്ദ്രതയിൽ രണ്ടാമത് നിൽക്കുന്ന സംസ്ഥാനം ബംഗാള്. മൂന്നാമത് കേരളം. കേരളത്തിന്റെ ജനസാന്ദ്രത 859 ചതുരശ്ര കിലോമീറ്റർ ആണ്. 859 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ ജനസാന്ദ്രത. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം 580 കിലോമീറ്റർ ആയിരുന്നു. എന്നാൽ നിലവില് കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് പ്രകാരം 590 കിലോമീറ്റർ ആണ് കടൽ തീര ദൈർഘ്യം. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക് യു.